ഹലോ ഗുഡ് മോർണിംഗ്. ഹിയർ ഐ എം നൈസിസ് മണ്ണുത്തി പ്ലാന്റ്സ് ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പണ്ടാനസ്. ഇത് ഇന്ന് ഒരു ക്ലീനിങ്ങും ട്രിമ്മിങ്ങും ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് വേറൊരു തരത്തിലും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ലീഫുകളുടെ അഗ്രഭാഗം നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വേര് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാണ്. കാരണം ആവശ്യമില്ലാത്ത വേരുകൾ വീണ്ടും ഫുഡ് ഒരുപാട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വേരുകളുടെ ഒരു ഉപയോഗം ഫുഡും അതുപോലെ തന്നെ വെള്ളമൊക്കെ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് മണ്ണിൽ ഇതിനെ നല്ല രീതിയിൽ ഉറപ്പിച്ച് നിർത്താം. അപ്പോൾ പോട്ടഡ് പ്ലാന്റ്സുകൾക്ക് ഇത്രയധികം വേര് വളർച്ചയുടെ ആവശ്യമില്ല. അത് ഒരു ഡാമേജും ഉണ്ടാക്കില്ല ഇതുപോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും. ചില പ്ലാന്റുകൾക്ക് നമ്മൾ വളരാനായിട്ട് ഒരുപാട് പരിശ്രമം ചെയ്യുമ്പോൾ ചില പ്ലാന്റുകളെ ഒതുക്കി വളർത്താനാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. എല്ലാ ചെടികൾക്കും ഇടുന്ന വളങ്ങളും ഒക്കെ ഇതിന് അപ്പം ഇടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അത് ഈ വേരുകൾ കണ്ടില്ലേ, അതുപോലെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേരുകൾ ഒരുപാട് വളർന്ന് ആ ചട്ടി പൊട്ടാനൊക്കെ കാരണവും. ശരിക്ക് ഈ ഒരു ചട്ടി ആണ് അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് അധികം വരുന്ന ഭാഗങ്ങളൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞ് സെറ്റാക്കി ബോർഡറാക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ചെടി തന്നെയാണിത്. അപ്പോൾ ഞാനിവിടെ അറേഞ്ച് ചെയ്തേക്കണ ആ രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതായത് ഈ നടവഴികളുടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഹൈറ്റ് അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ആവണം. പാത്തിലേക്ക് ഇങ്ങനെ താഴ്ന്ന് ഇറങ്ങണ ഒരു രീതി, അതേസമയം ഒരു സൈഡിൽ ഉയരം കൂടും വേണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ്. അപ്പോൾ പെൻഡാനസ് നമ്മൾ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ റിബൺ ഗ്രാസ് വെച്ചേക്കാണ്. അതൊരു നടവഴി പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് കാർ ഇറക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വഴീനെ തന്നെ ഒരു സെപ്പറേഷൻ പോലെ ചെയ്തേക്കാണ്. നമ്മളുടെ ഓരോ ചെറിയ ഐഡിയാസിൽ നമ്മൾ ചെയ്തു എന്ന് മാത്രം. ഇത് ഗാർഡനേഴ്സ് പ്ലാൻ ചെയ്തതോ അങ്ങനെയൊന്നുമല്ല. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പെൻഡാനസിൻ്റെ ഹൈറ്റ് അത് ഇത്തിരി ഹൈറ്റ് കൂടിയ ചട്ടികളിലാണ് വച്ചേക്കണേ. മറ്റേത് താഴെ. അപ്പുറത്ത് സിങ്കോണിയൊക്കെ ഒട്ടും മെയിൻ്റനൻസ് വേണ്ടാത്ത ചെടികളാണ്. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ വേരൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞ് ആ ലീഫൊക്കെ ഉണങ്ങിയതൊക്കെ കട്ട് ചെയ്ത് വീണ്ടും കുറച്ച് മണ്ണിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ബോർഡറായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. നമ്മൾ ഈ മെയിൻ്റനൻസ് ഏറ്റവും ലോ മെയിൻ്റനൻസ് ആക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ ചിലവർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ലൈവ് പ്ലാന്റിൽ നിന്ന് ആർട്ടിഫിഷ്യലിലേക്ക് മാറാനല്ല പറഞ്ഞത്. പല കാരണങ്ങൾ കൊണ്ടും മെയിൻ്റനൻസ് ഫുൾ തോട്ടത്തിൻ്റെ മെയിൻ്റനൻസ് അധികമാകുമ്പോൾ നമുക്കത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന അവസരങ്ങളിൽ ഒന്നുകിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് പകരം വയ്ക്കുക. അതേപോലെ തന്നെ ലോ മെയിൻ്റനൻസ് ഉള്ള കുറേ ചെടികളും കൂടി നമ്മുടെ തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയുടെയും അതുപോലെ തന്നെ കൺസ്യൂം ചെയ്യണ എനർജി, വെള്ളം, വളം ഇവയ്ക്കൊക്കെ ഒരു കുറവ് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള ഒരു ഐഡിയ ആണ് ഞാനതിൽ ഷെയർ ചെയ്തിരുന്നത്. അപ്പം എല്ലാവരും എൻ്റെ അഭിപ്രായത്തോട് യോജിക്കണമെന്നില്ല. നിങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളും ഇതിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. വൃന്ദാവൻ ക്രിയേഷൻസ് അഡ്രസ്സ് നമുക്ക് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.